ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ മതിയാകും. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 സവാള ചെറുതായി അരിഞ്ഞതാണ്. അതുപോലെ സവാള പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. പിന്നെ ഇടയ്ക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ നല്ലപോലെ ഒന്ന് വഴന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ കറിവേപ്പില ഒന്ന് ഞെരടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് കട്ട് ചെയ്തിട്ടോ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഇതിൽ ഇറങ്ങിക്കിട്ടും. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലയാണ്. അതുപോലെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു സമയം മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിനയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 പച്ചമുളകും അതുപോലെ ഒരു 5-6 കശുവണ്ടിയും ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് പേസ്റ്റ് പോലെ അരച്ച് സൈഡിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലേൻ്റെ ആ ഒരു പച്ചമണെല്ലാം മാറി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം പഴുത്ത ഒരു മീഡിയം സൈസിലെ തക്കാളി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറിയ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇങ്ങനെ മൂടി വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തക്കാളി പെട്ടെന്ന് വഴന്ന് കിട്ടും. അപ്പോൾ ഇത് വന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതുപോലെ നല്ല ഗ്രേവി ആയിട്ട് കിട്ടണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചുകൊണ്ട് വന്ന ആ ഒരു പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്ത് അരച്ചതുകൊണ്ട് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ നല്ല ഗ്രേവി ആയിരിക്കും കേട്ടോ, കൊഴുത്തൊരു ഗ്രേവി ആയിരിക്കും. അപ്പോൾ ആ മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിൽ മല്ലിച്ചപ്പും അതുപോലെ പുതിനയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഫ്ലേവറാണ്. പുതിന ഒരുപാടങ്ങ് കൂടി പോകരുത്, മല്ലിച്ചപ്പ് കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ ഒരു ഗ്രേവി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരിത്തിരി പഞ്ചസാരയാണ്. ഇത് നിർബന്ധമുള്ള കാര്യമല്ല. അപ്പോൾ നമ്മൾ ആ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി മാത്രം ചേർക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കസൂരിമേത്തിയും ചേർക്കുന്നുണ്ട്. ഈ ഒരു കസൂരിമേത്തി ചേർത്ത് കഴിഞ്ഞാൽ പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതുപോലെ ചെറിയ സ്ലൈസ് ആയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ ചേർക്കാം, മുഴുവനായിട്ട് ചേർക്കാം, 2 കഷ്ണമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ആ ഒരു മസാല മുട്ടയിൽ മിക്സ് ആവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അതുപോലെ ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കുറച്ച് പുതിന ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയായി.